ഹലോ എവരി വൺ, വെൽക്കം ടു ബിഗ് ലേണിംഗ്. UGC നെറ്റ് ജൂൺ എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് എല്ലാവരും ഒന്ന് എനിക്കറിയാം. സോ ഓർക്കുക, എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ. സോ നെറ്റ് ജൂണിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ JRF ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട 10 ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് മി സ്റ്റാർട്ട്. നെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പല ആളുകളും ബുദ്ധിമുട്ടാറുണ്ട്. പലപ്പോഴും മറന്നു പോകുന്നത് ഇതിൻ്റെ ബേസിക്സ് ആണ്. ആ ബേസിക്സിൽ നിന്ന് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ബേസിക്സിൽ നിന്ന് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നെറ്റ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് അല്ല. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 10 പോയിന്റുകൾ. അതിലൊന്നാമതായിട്ട് ഓർക്കേണ്ടത് സിലബസ് ആണ്. കൃത്യമായിട്ടുള്ള എക്സാം പാറ്റേണിനെ പറ്റിയുള്ള അവയർനെസ്സും സിലബസിനെ പറ്റിയുള്ള അവയർനെസ്സും നമുക്ക് ആവശ്യമാണ്. എക്സാം പാറ്റേണിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം 2 പേപ്പേഴ്സാണുള്ളത്, ജനറൽ പേപ്പറും പേപ്പർ 2. ഈ 2 പേപ്പറിനും, നമ്മുടെ പേപ്പർ 2 നമ്മുടെ ഓൺ സബ്ജക്റ്റ് ആണ്. ജനറൽ പേപ്പറിന് 100 മാർക്സിലും പേപ്പർ 2ന് 200 മാർക്സിലുമാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഈ 2 എക്സാമിനും കൂടി കമ്പൈൻ ചെയ്തുള്ള എക്സാമിനേഷനാണ്. ടോട്ടൽ ഏതാണ്ട് 80% കൂടുതൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് സീറ്റ് ഉറപ്പിക്കാം. JRFിലേക്ക് നമുക്ക് എത്താനുള്ള സാധ്യതകൾ കൂട്ടാം. ഓക്കെ, ഈ രീതിയിലായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി. അതിനുവേണ്ടി സിലബസ്, ഫസ്റ്റ് തിങ് ഈ സിലബസ്. ജനറൽ പേപ്പറിൻ്റെയും അതേപോലെ പേപ്പർ 2ൻ്റെയും സിലബസിൻ്റെ വ്യക്തമായ ധാരണ നമുക്ക് ആവശ്യമാണ്. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സിലബസിൽ നിന്നാണ്. ജനറൽ പേപ്പറിലേക്ക് വരുമ്പോൾ 10 ടോപ്പിക്കുകളാണുള്ളത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ദെൻ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് തുടങ്ങി 10 ടോപ്പിക്കുകൾ. ഈ 10 ടോപ്പിക്കുകളും കൃത്യമായിട്ട് ഏതൊക്കെ ഏരിയാസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയണം. അതൊരു സിലബസ് പ്രിപ്പറേഷനോടുകൂടിയാണ് നമുക്ക് കിട്ടുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുക. അതോടൊപ്പം തന്നെ പേപ്പർ 2ലും 10 ടോപ്പിക്സ് ആയിട്ട്, എല്ലാ സബ്ജക്റ്റുകളിലും തന്നെ 10 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 10 യൂണിറ്റുകളിൽ ഓരോ യൂണിറ്റുകളും എന്തിനെ പറ്റിയാണെന്നുള്ള വ്യക്തമായ ധാരണ ആവശ്യമാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനിലേക്കാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് തിങ്, അണ്ടർസ്റ്റാൻഡ് ദി എക്സാം പാറ്റേൺ ആൻഡ് സിലബസ്. സെക്കൻഡ് തിങ് ഈസ് ടൈം മാനേജ്മെൻറ്റ്. ബിക്കോസ് എക്സാമിനേഷൻ വരെ ഇത് നമ്മളുടെ ഒരു ദിനചര്യയായിട്ട് മാറണം. എല്ലാ ദിവസവും 1 അവർ അല്ലെങ്കിൽ 1.5 അവർ എങ്കിലും UGC നെറ്റിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കണം. അതിനകത്ത് പ്രിപ്പറേഷൻ ആവശ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനും ആവശ്യമാണ്. സോ ആ രീതിയിൽ, അതായത് ടോപ്പിക് പ്രിപ്പറേഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കലും എല്ലാം കൂടി ആകുമ്പോൾ മാത്രമേ നമ്മുടെ ആ എൻറ്റയർ സിലബസ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കൂ. അത് ഓർക്കുക. സോ അലോക്കേറ്റ് ടൈം ഈക്വലി. ബിക്കോസ് പേപ്പർ 1നും പേപ്പർ 2വിനും സിഗ്നിഫിക്കൻസ് കൊടുക്കുക. പേപ്പർ 2 കുറച്ചുകൂടി ബ്രോഡ് ഏരിയ ആണ്. കുറച്ച് കൂടുതൽ ടൈം പേപ്പർ 2വിന് കൊടുത്താലും ഒരു കാരണവശാലും പേപ്പർ 1 കോംപ്രമൈസ് ചെയ്യരുത്. പേപ്പർ 1ൽ 70+ സ്കോർ ചെയ്യുന്ന ഒരു ആസ്പിരൻറ്റിന് നെറ്റ് ക്ലിയർ ചെയ്യാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് കമ്പാരിറ്റീവ്ലി ഏറ്റവും ഹയസ്റ്റ് സ്കോഴ്സിലേക്ക് പോകും 70+ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ. പേപ്പർ 2വിന് 120+, അത് നമ്മുടെ സബ്ജക്റ്റ് അനുസരിച്ച് വേരി ചെയ്യും. ജനറലി ഓൺ ആൻ ആവറേജ് 120+ സ്കോർ ചെയ്യുകയാണെങ്കിൽ ദർ ആർ ഹൈ ചാൻസസ് ദാറ്റ് നമ്മൾ ആ ഒരു എൻട്രിയിലേക്ക് നടത്തിയിട്ടുണ്ടാകും. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക. ഇൻ ദി സെൻസ് ദാറ്റ് നമുക്ക് വീക്ക്ലി പ്ലാൻസ് ആവശ്യമാണ്. ഡെയിലി പ്ലാൻസും വീക്ക്ലി പ്ലാൻസും. ഓർ ഇമാജിൻ, ഇപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിങ് ഏരിയ ആണ്. മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ 10 ടോപ്പിക്കുകളുണ്ടെങ്കിൽ അതിനൊരു 2 ടോപ്പിക് അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഒരു വീക്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക, ഈ വീക്കിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും ടോപ്പിക്സ് ആണ്, ആ ടോപ്പിക്സിന് വേണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇത്ര ടെസ്റ്റുകൾ ഞാൻ അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഒരു പ്ലാൻ നമുക്ക് ആവശ്യമാണ്. ആ പ്ലാനിലൂടെ വേണം പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് റെഗുലർലി എല്ലാ വീക്സിലും എയ്തർ യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം സൺഡേയിൽ സ്റ്റാർട്ട് ചെയ്യുക, ഫ്രൈഡേ ആകുമ്പോഴത്തേനും ഐ വിൽ ബി കംപ്ലീറ്റ് ഇൻ ദിസ് തിങ് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വെച്ചേക്കുക. ആ രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ദെൻ 4ാമത്തെ പോയിൻ്റായിട്ട് പറയാവുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ പറ്റി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എത്ര പറഞ്ഞാലും മതിയാവില്ല. ബിക്കോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻ ഏരിയാസ് റിപ്പീറ്റ് ചെയ്യും. സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നില്ലാതിരിക്കും. എന്നാൽ ഇത്തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ റാമിനെ പറ്റിയാണെങ്കിൽ അടുത്ത തവണ ചിലപ്പോൾ PRAM-നെ പറ്റി ചോദിക്കാം, അല്ലെങ്കിൽ PROM-നെ പറ്റി ചോദിക്കാം. അങ്ങനെ ഏതെങ്കിലും, ഇപ്പോൾ ഡൈനാമിക് റാം, സ്റ്റാറ്റിക് റാം, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു റിലേറ്റഡ് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. ആ രീതിയിൽ വേണം നമ്മളുടെ പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടി. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഏരിയാസ് വിൽ റിപ്പീറ്റ് ഈവൻ ദോ ക്വസ്റ്റ്യൻ മേ നോട്ട് റിപ്പീറ്റ്. സെയിം ക്വസ്റ്റ്യൻ മേ നോട്ട് റിപ്പീറ്റ്, എന്നാലും ആ ക്വസ്റ്റ്യൻ ഏരിയയിൽ നിന്നും വീണ്ടും ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ റിക്കറിംഗ് ആയുള്ള ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൽ നിന്നും വീണ്ടും പ്രിപ്പയർ ചെയ്യുന്ന ഒരു വേ നമുക്കുണ്ടാകണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയുള്ള പ്രിപ്പറേഷൻ മാൻഡേറ്ററി ആണ്. ദെൻ
അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് പറയാവുന്നത് നമ്മളുടെ പ്രിപ്പറേഷൻ. ഇപ്പോൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് റെഗുലറായിട്ട് നമ്മൾ ചെയ്യണം. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്കോറിനെ 3 ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നമ്മളുടെ സ്ട്രോങ് സോൺ എന്ന് പറയുമ്പോൾ ആ ഏരിയയിൽ നമുക്ക് ഒരുപാട് ടൈമിന് സ്പെൻഡ് ചെയ്യേണ്ട, ഒരു 80% കൂടുതൽ നമ്മൾ ആ ടെസ്റ്റിന് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് നമ്മുടെ സ്ട്രോങ് ഏരിയ ആണ്, ആ സബ്ജക്റ്റ് നമ്മുടെ സ്ട്രോങ് ഹോൾഡാണ്. അതിന്മേൽ വീണ്ടും പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് അർത്ഥമില്ല. ദെൻ ഒരു 50 to 60% അല്ലെങ്കിൽ 60 to 70% ആ ഒരു ഏരിയ ആണെങ്കിൽ മോഡറേറ്റ് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിലും താഴെയാണെങ്കിൽ അതിനെ ഒരു വീക്ക് സോണായിട്ട് കൺസിഡർ ചെയ്യുക. സോ നമ്മുടെ എക്സാം ബേസ് ചെയ്ത് മാത്രമാണ് നമുക്കിങ്ങനെ സോൺസ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുക. സോ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, ടോപ്പിക് ഏരിയ ബേസ്ഡ് ആയുള്ള റെഗുലർ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ആ ടെസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് 3 സോണുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ആ ഓരോ സോണിൽ, ഇപ്പോൾ വീക്ക് സോണിൽ കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അതിന്മേൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. സ്ട്രോങ് സോൾഡ് ആണെങ്കിൽ സ്ട്രോങ് സോണിന് വീണ്ടും ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് അർത്ഥമില്ല. അതുകൊണ്ട് വീക്ക് സോൺസിനെ എങ്ങനെയെങ്കിലും മോഡറേറ്റ് സോണുകളിലേക്ക് എത്തിക്കുക. മോഡറേറ്റ് സോണിൽ കിടക്കുന്ന സബ്ജക്റ്റുകളെ നമ്മൾ എങ്ങനെ സ്ട്രോങ് ഹോൾഡിലേക്ക് എത്തിക്കാം എന്നുമായിരിക്കണം ചിന്തിക്കേണ്ടത്. ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മളുടെ 5ാമത്തെ സ്റ്റെപ്പ്. 6ാമത്തെ സ്റ്റെപ്പ് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. തിയറിറ്റിക്കൽ പേപ്പേഴ്സ് അതെ, റൈറ്റ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പേപ്പർ 1 തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, ദെൻ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് പോലുള്ള ഒരുപാട് തിയറി അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമുള്ള പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റ്സിന് ടൈം അലോക്കേറ്റ് ചെയ്യുക. കൃത്യമായിട്ട് ആ കൺസെപ്റ്റ് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ആ ക്വസ്റ്റ്യൻ ഏരിയ ഇന്നതാണ് എന്ന് പ്രിപ്പയർ ചെയ്ത് എന്തെങ്കിലും ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ടൈം അലോക്കേഷൻ നടക്കുക. അതിനനുസരിച്ച് പ്രിപ്പറേഷൻ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അത് പേപ്പർ 1 പേപ്പർ 2 ഒരുപോലെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ബേസിക്സ് എന്ന് പറയുന്നത് കൺസെപ്റ്റ്സ് ആണ്. കൃത്യമായുള്ള കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ മാത്രമേ നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റൂ. അടുത്ത സ്റ്റെപ്പ് പ്രാക്ടീസ് റെഗുലർ മോക്ക് ടെസ്റ്റ്. യു നീഡ് ടു, നമ്മളിപ്പോൾ ഇനി ജൂൺ എക്സാമിനേഷനാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാ വീക്കിലും ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. ആ മോക്ക് ടെസ്റ്റുകൾ സബ്ജക്റ്റ് മാറി അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല, സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. അല്ലെങ്കിൽ റെഗുലർലി എക്സാം ബേസ്ഡിലുള്ള എക്സാം മോഡലിലുള്ള മോക്ക് ടെസ്റ്റുകൾ തന്നെ അറ്റൻഡ് ചെയ്യുക. അതുവഴി ഏത് ഏരിയയാണ് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീക്ക് സോൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ മോക്ക് ടെസ്റ്റുകളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ 8th സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറണ്ട് ഇവൻറ്റ്സുമായി ബന്ധപ്പെട്ട് അപ്ഡേഷൻസ് ആവശ്യമുള്ള 2 സബ്ജക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്താൽ ജനറൽ പേപ്പറിൽ 1 ഹയർ എഡ്യൂക്കേഷനും 2 പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷനുമാണ്. ഹയർ എഡ്യൂക്കേഷനിൽ ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നു, അതുമായി ബന്ധപ്പെട്ട ചില കൺസെപ്റ്റുകളെ പറ്റിയും അതേപോലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. അതേപോലെ തന്നെ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് കൺസേൺസ്, റീസെൻ്റ്ലി ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഇൻ്റർനാഷണൽ കോൺഫറൻസുകളോ കൺവെൻഷൻസോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. ഈ 2 ഏരിയയിലും നമുക്ക് അപ്ഡേഷൻസ് ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ അപ്ഡേഷൻസ് ആവശ്യമുള്ള 2 ടോപ്പിക് ഏരിയാസ് ഇവയാണ്. ഇതുകൂടാതെ ഈവൻ റിസർച്ചുമായി ബന്ധപ്പെട്ട കണ്ടംപററി ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കേണ്ട സബ്ജക്റ്റുകളുണ്ട്. ആ ഏരിയയിൽ അപ്ഡേഷൻസ് നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് 8ാമത്തെ സ്റ്റെപ്പ്. 9ാമത്തെ പോയിൻ്റായിട്ട് പറയാവുന്നത് റിവിഷനാണ്. സോ ഇതെല്ലാം നമ്മൾ ചെയ്തു പോയാലും ആദ്യം പഠിച്ച സബ്ജക്റ്റുകൾ പലപ്പോഴും നമ്മൾ ഒഴിവാക്കി വിടാനും മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു റിവിഷൻ പ്ലാൻ കൂടി ഉണ്ടാകണം. പ്രിപ്പറേഷൻ പ്ലാനും റിവിഷൻ പ്ലാനും നമ്മളുടെ കയ്യിൽ കൃത്യമായിരിക്കണം. റിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2 വീക്സിലെങ്കിലും ആദ്യം ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ആദ്യം പഠിച്ച ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ മെമ്മറിയിൽ സ്റ്റിക്ക് ചെയ്യും. അങ്ങനെ ഓർത്തിരിക്കുന്നതാണ് എക്സാമിനേഷനിൽ എപ്പോഴും നല്ലത്. സോ റെഗുലർ റിവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷെഡ്യൂളിൻ്റെ ഒരു ഭാഗമായിട്ട് മാറണം. ആൻഡ് ഫൈനലി യു നീഡ് ടു സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് പോസിറ്റീവ്. നമ്മുടെ പ്രിപ്പറേഷൻ്റെ അകത്ത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കേൾക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ പ്രിപ്പറേഷനെ അഫക്റ്റ് ചെയ്യാം. ഒരു കാരണവശാലും അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോ നിങ്ങളുടെ ആ ഒരു ഫോക്കസിനെയോ ഒരു രീതിയിലും തളർത്തുന്നതാവരുത്. അതിനു വേണ്ടിയുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത് നേടിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇനി അങ്ങോട്ടേക്ക് ഓരോ ദിവസങ്ങളും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമാണ് നമുക്കുള്ളത്. ഓരോ ദിവസങ്ങളിലും നമ്മുടെ പ്ലാൻ എന്താണോ ആ പ്ലാൻ കൃത്യമായിട്ട് നടത്തി പോകണം. ഒരു ദിവസം പ്ലാൻ മിസ്സായി കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് പ്രിപ്പയർ ചെയ്യണം. അടുത്ത ജൂൺ എക്സാം കഴിയുമ്പോൾ നമ്മളുടെ പേര് ലിസ്റ്റിലുണ്ടാവണം, നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. ആ ഒരു എഫേർട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഇനി വരുന്ന ദിവസങ്ങളിൽ നടത്തേണ്ടതുണ്ട്. സോ ദീസ് ആർ ദി 10 points ദാറ്റ് യു നീഡ് ടു റിമെമ്പർ. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട 10 points ആണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക്
JRF സക്സസിലേക്ക് എത്താം. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓർക്കുക, ജൂൺ എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഏണസ്റ്റ് അക്കാഡമി ജൂൺ എക്സാമിനേഷന് വേണ്ടിയുള്ള കോംപ്രിഹെൻസീവ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിൻ്റെ വാലിഡിറ്റി 2 years ആണ്. അതായത് 4 അറ്റംപ്റ്റുകളാണ് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ എൻഷുർ ചെയ്യാനും അതേപോലെ ഇത്തവണ തന്നെ നെറ്റ് ക്രാക്ക് ചെയ്യാനുമായിട്ട് ഏണസ്റ്റ് അക്കാഡമിയുടെ ബാച്ചുകളിൽ ജോയിൻ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, ഫോൺ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ. ബൈ.